Next topic is using Python libraries. ഏതൊരു സോഫ്റ്റ്വെയർ എടുത്താലും ആ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഫെസിലിറ്റീസിനെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഫ്രെയിം വർക്ക് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ലെവല് ഫ്രെയിം വർക്കാണ്. ഇൻ എ ഫ്രെയിം വർക്ക് വി ആർ ഹാവിംഗ് മൾട്ടിപ്പിൾ ലൈബ്രറി. വാട്ട് ഇസ് എ ലൈബ്രറി? എ ലൈബ്രറി ഈസ് ഹാവിംഗ് സോ മെനി ഫെസിലിറ്റീസ് വിച്ച് വി ആർ ഏബിൾ ടു മേക്ക് യൂസ് ഓഫ് ഇൻ ദ പ്രോഗ്രാം. അപ്പോൾ മൾട്ടിപ്പിൾ ലൈബ്രറിയാണ് ഒരു ഫ്രെയിം വർക്കിൽ ഉണ്ടാവണം. ഇനി ഒരു ഫ്രെയിം വർക്കിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുക? വി ക്യാൻ സി ലൈബ്രറി 1, ലൈബ്രറി 2, ലൈബ്രറി 3 എക്സെട്ര. അത് കഴിഞ്ഞ് ലൈബ്രറിയുടെ അകത്ത് എന്താണ് കാണാൻ പറ്റുന്നത്? ഇൻ എ ലൈബ്രറി വി ക്യാൻ ഹാവ് സോ മെനി പാക്കേജസ്, പാക്കേജ് 1, പാക്കേജ് 2 എക്സെട്ര. ഇനി വാട്ട് ആർ ദ തിങ്സ് പ്രസന്റ് ഇൻ എ പാക്കേജ്? ഇൻ എ പാക്കേജ് വി ക്യാൻ ഹാവ് സോ മെനി മൊഡ്യൂൾസ്. What is present in a module? In a module we are able to have so many functions. എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫംഗ്ഷനുകൾ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കിവിടെ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് കുറേ ഫങ്ഷൻസ് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ വേറെ ഫങ്ഷൻസിനെ ഇവിടെ ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫങ്ഷൻസിനെ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്? അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യണതും ആ പർപ്പസിന് വേണ്ടി നമ്മൾ അതിനെ ആഡ് ചെയ്യണമെന്ന് മാത്രമല്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിനെ യൂസ് ചെയ്യാനും പറ്റുന്നു. അപ്പോൾ യൂസറിന് ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം ഫങ്ഷൻസ്. അതല്ലെങ്കിൽ പിന്നത്തെ മെത്തേഡ് എന്താണ്? ഓൾറെഡി ഇവിടെ റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷൻസിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫ്രെയിം വർക്ക് എന്നുള്ള കാറ്റഗറിയിൽ. അപ്പോൾ ആ ഫ്രെയിം വർക്ക് എന്തുകൊണ്ടാണ് പറയണേ വെച്ചാൽ ഇങ്ങനെയാണ് പൈത്തൻ്റെ അകത്തുള്ള ഫെസിലിറ്റീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ജനറൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ഹാവിംഗ് എ ലോട്ട് ഓഫ് ലൈബ്രറീസ് ഇൻ വിച്ച് സോ മെനി പാക്കേജസ് ആർ ഓൾറെഡി ബീൻ kept. In these packages we are able to have so many modules. In the modules we have so many functions which we can make use of in the program. ഇനി ഫസ്റ്റ് തന്നെ മൊഡ്യൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യണേ നോക്കാം. ഇൻ മൊഡ്യൂൾ യൂസർ മൊഡ്യൂൾ ഡോട്ട് py എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. ഡെഫ് ഹെലോ യൂസർ നെയിം, ഇതൊരു മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. റിട്ടേൺ ഹെലോ പ്ലസ് നെയിം, ഇത്രയുമാണ് നമുക്ക് ആ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ടു ഇമ്പോർട്ട് യൂസർ മൊഡ്യൂൾ ഡോട്ട് py, ഇമ്പോർട്ട് എന്താണ്? നമ്മൾ ഉണ്ടാക്കിയ യൂസർ മൊഡ്യൂൾ എന്ന് പറയുന്ന മൊഡ്യൂളിനെ, ആ പൈത്തൺ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത് ഇമ്പോർട്ട് യൂസർ മൊഡ്യൂൾ. അപ്പോൾ ആ യൂസർ മൊഡ്യൂളിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പ്രിന്റ് യൂസർ മൊഡ്യൂൾ ഡോട്ട് ഹെലോ, അപ്പോൾ പ്രിന്റ് ചെയ്യാണ് നമ്മൾ യൂസർ മൊഡ്യൂൾ ഡോട്ട് ഹെലോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇന്ത്യ എന്ന് കൊടുക്കുന്നു. അപ്പം എന്താ ഉണ്ടാവുക? നമുക്ക് അവിടെ ഈ ഹെലോ ഇന്ത്യ എന്ന് പ്രിന്റ് ആവും. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ? ഹെലോ പ്ലസ് നെയിം എന്നാണ് പറഞ്ഞത്. അപ്പം അതനുസരിച്ച് നമുക്കിതിനെ പ്രിന്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതായിട്ടുള്ള ഫങ്ഷനുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് വേണമോ അത് ഇൻപുട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നു.